അസ്സലാമലൈക്കും. ഹായ്, നമസ്കാരം. റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരൊറ്റ യൂസിൽ തന്നെ നല്ല വ്യത്യാസം അറിയുന്ന ഒരു ഫേസ് പാക്കുമായിട്ടാണ് നമ്മളിപ്പം വന്നിരിക്കുന്നത്. അത് വെളുപ്പിക്കാനാണെങ്കിലും നല്ല തിളക്കം കിട്ടാനാണെങ്കിലും ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഒക്കെ അടങ്ങിയ ഒരു ഫേസ് പാക്കാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. കറിക്ക് എടുത്തതിൻ്റെ അല്ലെങ്കിൽ ഉപ്പേരിക്ക് എടുത്തതിൻ്റെയൊക്കെ ബാക്കി കഷ്ണങ്ങൾ, അതായത് വെണ്ടയ്ക്കയുടെ ബാക്കി കഷ്ണങ്ങൾ നമ്മൾ കളയുകയായിരിക്കും അല്ലേ പതിവ്. അങ്ങനെ ചെയ്യാതെ നമുക്കത് നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് എടുത്താലോ, അതെങ്ങനെയെന്ന് നോക്കാം കേട്ടോ. അതിന് നമ്മുടെ ആ ബാക്കി വന്ന വെണ്ടയ്ക്കയുടെ കഷ്ണങ്ങളും അതിലോട്ടൊരു അരക്കപ്പോ 1/4 കപ്പോ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിക്കുക. നല്ല കൊഴുകൊഴുപ്പായിട്ട് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ വെണ്ടക്ക മുഴുവനായിട്ട് 3-4 വെണ്ടക്ക എടുത്ത് കഷ്ണങ്ങളാക്കി ഇട്ടാലും മതിയാവും. നമ്മൾ വേസ്റ്റ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ കൊഴുപ്പ് നല്ല കൊഴുകൊഴുത്ത് വരും. അപ്പോൾ നമ്മൾ തീയൊന്ന് ഓഫാക്കുക, എന്നിട്ടൊന്ന് തണുപ്പിക്കാൻ വെക്കുക. അതിനുശേഷം നമുക്കതിലോട്ട് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ അരി കഴുകിയ വെള്ളം, ഒന്നാമത്തെ അല്ല വേണ്ടത്, രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ആയിക്കോട്ടെ, ആ വെള്ളം ഒരു 2 ടീസ്പൂണ് ഒരു ബൗളിലോട്ട് നമുക്ക് എടുക്കാം. ഇങ്ങനെ 2 ടീസ്പൂണ് എടുത്ത് വയ്ക്കാം. നിങ്ങൾക്ക് പച്ചരിയുടെ എടുക്കാം, അല്ലെങ്കിൽ പുഴുങ്ങലരിയുടെ എടുക്കാം, ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ അരിയില്ലെങ്കിൽ നമുക്ക് കുറച്ച് അരിപ്പൊടി വെള്ളത്തിൽ ചാലിച്ച് ഒന്ന് തിളപ്പിച്ചിട്ട് അത് ചേർത്താലും മതിയാകും, 1 ടീസ്പൂണ്. ഓക്കെ, ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക ഒന്ന് അരിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ഒന്നാകെ എടുത്ത് നല്ലോണം അങ്ങോട്ട് പേസ്റ്റ് ആക്കിയിട്ട് അതിന് ഇത്തിരി പേസ്റ്റ് എടുത്താലും മതിയാകും. പക്ഷേ മുഖമല്ലേ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ വെള്ളം മതിയാകും കേട്ടോ. വെള്ളം എടുത്തിരിക്കുന്നു, അതൊന്ന് നമുക്ക് ആഡ് ചെയ്യാം. വെണ്ടയ്ക്കയുടെ വെള്ളത്തിലേക്ക് അരിയുടെ കഴുകിയ വെള്ളമാണ് നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അതിലോട്ട് നമുക്ക് അല്പം ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂൺ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ, തൈര് കട്ടത്തൈരോ മോര് വെള്ളമോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതൊന്ന് ചേർക്കുക. മോരിൻ്റെ ആ മഞ്ഞ കളറുള്ള വെള്ളമല്ലേ, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതിനുശേഷം നമുക്ക് ഒരു 1-2 ടീസ്പൂൺ കടലപ്പൊടിയും കടലമാവ് ഇട്ടിട്ട് നല്ലവണ്ണം നന്നായിട്ട് മിക്സ് ചെയ്യുക. കാരണം ആ കൊഴുപ്പല്ലേ, മിക്സ് ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും. നല്ലോണം ഒരു ഫോർക്ക് കൊണ്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഈ പരുവായിരിക്കും. നമുക്ക് മുഖത്ത് തേക്കാൻ ഏത് പരുവത്തിലാണ് വേണ്ടത് അത് നിങ്ങൾ യോജിപ്പിച്ച് എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരിയും കൂടി അരിയുടെ കഴുകിയ വെള്ളം ചേർക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് സൂക്ഷിക്കുകയാവാം കേട്ടോ. നമ്മളിപ്പോൾ കുറച്ചെടുത്ത് മുഖത്തിൻ്റെ നെറ്റി നിറച്ചും, എൻ്റെ നെറ്റിമേൽ കുറച്ച് സൺബേൺ ഉണ്ട്, അതുപോലെ ബ്ലെമിഷസും. നമുക്കിതൊന്ന് പാക്ക് അവിടെ ഒന്ന് യൂസ് ചെയ്യാം. മുഖത്ത് എല്ലായിടത്തും തേക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളം കൊണ്ട് മുഖം കഴുകുക. നോക്കൂ എന്തൊരു വ്യത്യാസമാണ്, നോക്കൂ. ഐ ആം വെരി ഹാപ്പി. നല്ല വ്യത്യാസമുണ്ട്. ഒരു 2-3 തവണ തേച്ചാൽ ശരിക്കും ഇത് മാറിക്കിട്ടും, എനിക്ക് ഉറപ്പാണിത്. നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ. നമ്മളെല്ലാം യൂസ് ചെയ്യുക. കളയാൻ എടുത്ത് വെച്ച വെണ്ടയ്ക്കയുടെ അവശിഷ്ടം മാത്രമാണ് നമ്മളിതിനായിട്ട് എടുത്തിരിക്കുന്നത്. അല്ല നിങ്ങൾക്ക് 2-3 വെണ്ടയ്ക്കയും എടുക്കാവുന്നതാണ്. നമ്മൾ ആഴ്ചയിൽ 2 തവണ, കൂടുതലുണ്ടെങ്കിൽ 2 തവണ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആഴ്ചയിൽ 1 പ്രാവശ്യം ഇത് യൂസ് ചെയ്യുക. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായും ലൈക്സായും അറിയിക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും. അസ്സലാമലൈക്കും, നമസ്കാരം, ബായ്. Thank you for watching my video.